Hi friends, welcome to my YouTube channel H Media. ഈ വീഡിയോയിലൂടെ CGDream.ai എന്ന ഒരു ഫ്രീ ഇമേജ് ജനറേറ്റർ AI വെബ്സൈറ്റ് ആണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. വളരെ റിയലിസ്റ്റിക് ആയ ഇമേജസ് ജനറേറ്റ് ചെയ്യാൻ ഈ AI ജനറേറ്ററിലൂടെ സാധിക്കുന്നതാണ്. ടെക്സ്റ്റ് ടു ഇമേജ്, ഇമേജ് ടു ഇമേജ് ട്രാൻസ്ഫോർമേഷൻ, 3D മോഡൽസ് ടു ഇമേജ് എന്നിങ്ങനെ കീ ഫീച്ചേഴ്സ് അടങ്ങിയ ഒരു AI ജനറേറ്റർ ആണിത്. കോംപ്ലക്സ് സെറ്റിംഗ്സോ ലെങ്തി പ്രോംപ്റ്റ്സോ ഇല്ലാതെ എങ്ങനെ ഹൈ ക്വാളിറ്റി ഇമേജസ് ജനറേറ്റ് ചെയ്യാമെന്ന് ഈ ഒരു വീഡിയോയിലൂടെ ചെക്ക് ചെയ്യാം. CGDream.ai എന്ന ഈ ഒരു വെബ്സൈറ്റ് ഇവിടെ ഓപ്പൺ ചെയ്തിരിക്കുകയാണ്. ഒരു ഇമെയിൽ ID യൂസ് ചെയ്തുകൊണ്ട് ഫ്രീ ആയി ഇതിൽ ലോഗിൻ ചെയ്ത് ഇത് യൂസ് ചെയ്യാവുന്നതാണ്. ഈ വെബ്സൈറ്റിന്റെ ഇന്റർഫേസിൽ ഗാലറി, 3D മോഡൽസ്, കമ്മ്യൂണിറ്റി എന്നിങ്ങനെയുള്ള ടാബ്സ് ഇവിടെ കാണാവുന്നതാണ്. കൂടാതെ ഇതിൽ ഷോ ഇമേജ് ജനറേറ്റഡ് ഫ്രം എ ടെക്സ്റ്റ് പ്രോംപ്റ്റ് എന്ന ഈ ഒരു ഓപ്ഷൻ ഇവിടെ കാണാവുന്നതാണ്. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ടെക്സ്റ്റ് പ്രോംപ്റ്റുകൾ യൂസ് ചെയ്തുകൊണ്ട് ജനറേറ്റ് ചെയ്ത സൂപ്പർ ഹൈ ക്വാളിറ്റി ഇമേജസ് ആണ് നമ്മൾ ഇതിൽ കാണുന്നത്. അടുത്തതായി ഷോ ഇമേജസ് ജനറേറ്റഡ് ഫ്രം ഇമേജ് എന്ന ഒരു ഓപ്ഷനാണ്. ഇമേജസ് യൂസ് ചെയ്തുകൊണ്ട് ട്രാൻസ്ഫോം ചെയ്ത് ക്രിയേറ്റ് ചെയ്ത ഇമേജസ് ആണ് നമ്മൾ ഇവിടെ കാണുന്നത്. അടുത്തതായി ഷോ ഇമേജസ് ജനറേറ്റഡ് ഫ്രം 3D മോഡൽ എന്ന ഓപ്ഷനാണ്. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ 3D മോഡൽസ് അപ്ലോഡ് ചെയ്തോ CGDreamൽ അവൈലബിൾ ആയ 3D മോഡൽസിൽ നിന്നും സെലക്ട് ചെയ്ത് ജനറേറ്റ് ചെയ്തതുമായ ഇമേജസ് ആണ് നമ്മൾ ഇതിൽ കാണുന്നത്. ഇതിൽ റൈസിംഗ്, ന്യൂ, ബെസ്റ്റ് തുടങ്ങിയ കാറ്റഗറീസും അവൈലബിൾ ആണ്. ഇവിടെ ബെസ്റ്റ് സെലക്ട് ചെയ്തപ്പോൾ 3D മോഡൽസ് യൂസ് ചെയ്തുകൊണ്ട് ജനറേറ്റ് ചെയ്ത ബെസ്റ്റ് ഇമേജസ് ആണ് നമ്മൾ ഇതിൽ കാണുന്നത്. ഇതുപോലെ ഇതിൽ ഇൻക്ലൂഡ് ആയ ഓരോ കീ ഫീച്ചേഴ്സും സെലക്ട് ചെയ്ത് അതിൽ ക്രിയേറ്റ് ചെയ്ത ബെസ്റ്റ് ഇമേജസ്, ന്യൂ, ലേറ്റസ്റ്റ് ക്രിയേറ്റഡ് ഇമേജസ് തുടങ്ങിയവ ഇതിൽ നിന്നും ചെക്ക് ചെയ്യാവുന്നതാണ്. ആദ്യമായി ഡ്രീം AIയിലെ കീ ഫീച്ചറായ ടെക്സ്റ്റ് ടു ഇമേജ് ജനറേറ്റർ ആണ് ചെക്ക് ചെയ്യാൻ പോകുന്നത്. ഈ ഒരു വെബ്സൈറ്റിൽ ഡിസ്ക്രൈബ് എന്ന ഈ ഒരു സെക്ഷനിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ആവശ്യമുള്ള പ്രോംപ്റ്റ്സ് ഇവിടെ ടൈപ്പ് ചെയ്യാവുന്നതാണ്. ഞാൻ ഇതിൽ മാജിക്കൽ ഫോറസ്റ്റ് സറൗണ്ടഡ് ബൈ ഗ്ലോയിങ് ഫ്ലോറ എന്നാണ് ഇവിടെ ടൈപ്പ് ചെയ്യുന്നത്. ഇനി നമ്മൾ ഇവിടെ ടൈപ്പ് ചെയ്ത ഈ ഒരു പ്രോംപ്റ്റിൽ ഫിൽറ്റേഴ്സ് ആഡ് ചെയ്യുന്നതിനായി ഫിൽറ്റേഴ്സ് എന്ന ഈ ഒരു സെക്ഷനിൽ ക്ലിക്ക് ചെയ്യാവുന്നതാണ്. ഇതിൽ റെക്കമെൻഡഡ് ഫിൽറ്റേഴ്സ് ഇവിടെ ഓപ്പണായി ലഭിക്കുന്നതാണ്. ഒരുപാട് ഫിൽറ്റേഴ്സ് നമുക്കിതിൽ കാണാവുന്നതാണ്. ഇതിൽ നിന്നും നമ്മളുടെ പ്രോംപ്റ്റ്സിന് ആവശ്യമായ ഫിൽറ്റേഴ്സിനെ സെലക്ട് ചെയ്ത് അസൈൻ ചെയ്യാവുന്നതാണ്. ഞാൻ ഇതിൽ ഫോറസ്റ്റ്, ഫെയറി ടെയിൽ, അബ്സ്ട്രാക്ട്, 3D ഫ്രാക്റ്റൽസ്, ഫാന്റസി ആർട്ട് തുടങ്ങിയ ഫിൽറ്റേഴ്സ് ആണ് ഇതിൽ സെലക്ട് ചെയ്തിരിക്കുന്നത്. ഇതിൽ റൈറ്റ് സൈഡിൽ ഇമേജ് ആസ്പെക്ട് റേഷ്യോ, നമ്പർ ഓഫ് വേരിയേഷൻസ് തുടങ്ങിയ ഇതിൽ നിന്നും സെലക്ട് ചെയ്യാവുന്നതാണ്. ഇനി ജനറേറ്റ് എന്ന ഈ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമ്മളുടെ ഇമേജിനെ ഇതിൽ ജനറേറ്റ് ചെയ്യാം. വളരെ ഹൈ ക്വാളിറ്റിയിലുള്ള 2 ഇമേജ് വേരിയേഷൻസ് ആണ് ഇതിൽ ലഭിച്ചിരിക്കുന്നത്. ഇതിൽ ഈ ഒരു സെക്കൻഡ് വേരിയേഷൻ ആണ് ഞാൻ ഇതിൽ സെലക്ട് ചെയ്തിരിക്കുന്നത്. ഇനി ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഫിൽറ്റേഴ്സ് എന്ന സെക്ഷനിൽ നിന്നും നമ്മൾ ആഡ് ചെയ്ത ഫിൽറ്റേഴ്സിനെ റിമൂവ് ചെയ്യാനോ അതിന്റെ സ്ട്രെങ്ത് ഇൻക്രീസ് ചെയ്യാനോ റെഡ്യൂസ് ചെയ്യാനും ഇതിലൂടെ സാധിക്കുന്നതാണ്. ഞാൻ ഇതിൽ ഫോറസ്റ്റ് എന്ന ഈ ഒരു ഫിൽറ്റർ ഇതിൽ റിമൂവ് ചെയ്യുകയാണ്. ഇനി ഫിൽറ്റർ സെക്ഷനിൽ നിന്നും ഒരു പുതിയ ഫിൽറ്റർ ഇതിലേക്ക് ആഡ് ചെയ്യുകയാണ്. ഷാലൈസ് എന്ന ഈ ഒരു ഫിൽറ്റർ ആണ് ഇതിൽ ആഡ് ചെയ്തിരിക്കുന്നത്. ഇനി ജനറേറ്റ് എന്ന ഈ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ചെക്ക് ചെയ്യാം. 2 ഇമേജ് വേരിയേഷൻസ് ഇതിൽ ജനറേറ്റ് ആയി ലഭിച്ചിരിക്കുകയാണ്. അടുത്തതായി ലെറ്റ് AI എൻഹാൻസ് ഇമേജ് ജനറേഷൻ എന്ന ഈ ഒരു ഐക്കൺ നമുക്കിവിടെ കാണാവുന്നതാണ്. ഇതിൽ ക്ലിക്ക് ചെയ്ത് ഓട്ടോമാറ്റിക് പ്രോംപ്റ്റ്സ് യൂസ് ചെയ്തുകൊണ്ട് ഇമേജസിനെ ജനറേറ്റ് ചെയ്യാവുന്നതാണ്. ഓട്ടോ എൻഹാൻസ് പ്രോംപ്റ്റ് എന്ന ഈ ഒരു ഓപ്ഷൻ യൂസ് ചെയ്തുകൊണ്ട് 2 ഇമേജസ് ഇതിൽ ജനറേറ്റ് ആയി ലഭിച്ചിരിക്കുകയാണ്. ഇതുപോലെ നമുക്ക് ആവശ്യമുള്ള രീതിയിൽ ഇമേജസിനെ ജനറേറ്റ് ചെയ്യാൻ ഇതിലൂടെ സാധിക്കുന്നതാണ്. അടുത്തതായി ഇമേജ് ടു ഇമേജ് ട്രാൻസ്ഫോർമേഷൻ എന്ന ഓപ്ഷനാണ് ഇതിൽ ചെക്ക് ചെയ്യാൻ പോകുന്നത്. അതിനായി അപ്ലോഡ് എന്ന ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാവുന്നതാണ്. ഇവിടെ അപ്ലോഡ് 3D ഫയൽ, അപ്ലോഡ് ഇമേജ് ഫയൽ എന്നിങ്ങനെ 2 ഓപ്ഷൻസ് ഇതിൽ കാണാവുന്നതാണ്. ഒരു 3D ഫയൽ ആഡ് ചെയ്തോ ഒരു ഇമേജ് ഇതിൽ ആഡ് ചെയ്തോ ഇമേജ് ജനറേഷനെ ഗൈഡ് ചെയ്യാവുന്നതാണ്. ഇവിടെ അപ്ലോഡ് ഇമേജ് ഫയൽ എന്ന ഈ ഒരു ഓപ്ഷനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇതിൽ ഇവിടെ കാണുന്ന ഈ ഒരു ഇമേജ് ആണ് ഞാൻ ആഡ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് ഈ ഒരു ഇമേജിനെ അപ്ലോഡ് ഇമേജ് ഫയൽ എന്ന ഈ ഒരു ബോക്സിലേക്ക് ഡ്രോപ്പ് ചെയ്യാം.
നമ്മളുടെ ഇമേജ് ഇതിൽ അപ്ലോഡ് ആയിരിക്കുകയാണ്. ഇനി ഈ ഒരു ഇമേജിലേക്ക് ഫിൽറ്റേഴ്സിന് ഇവിടെ ക്ലിക്ക് ചെയ്ത് നമുക്കിതിൽ അസൈൻ ചെയ്യാവുന്നതാണ്. ഇതിൽ ഏരിയൽ വ്യൂ, സിറ്റിസ്കേപ്പ് എന്നിങ്ങനെ 2 ഫിൽറ്റേഴ്സാണ് ഞാൻ ഇതിൽ സെലക്ട് ചെയ്തിരിക്കുന്നത്. പ്രോംപ്റ്റ്സിൽ സ്ട്രീറ്റ് എന്ന് ടൈപ്പ് ചെയ്യാം. ഇനി ജനറേറ്റ് എന്ന ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം. നമ്മൾ ആഡ് ചെയ്ത ഇമേജസിനനുസരിച്ച് നമ്മളുടെ ഇമേജ് ഇവിടെ ജനറേറ്റ് ആയി ലഭിച്ചിരിക്കുകയാണ്. ഇതുപോലെ നമുക്ക് ആവശ്യമുള്ള രീതിയിൽ ഇമേജസ് അപ്ലോഡ് ചെയ്ത് നമ്മളുടെ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ച് ഇമേജസിനെ ജനറേറ്റ് ചെയ്യാവുന്നതാണ്. അടുത്തതായി അപ്ലോഡിൽ ഒരു ഡ്രാഗന്റെ 3D ഫയലാണ് ഇതിൽ അപ്ലോഡ് ചെയ്യുന്നത്. ഇതൊരു FBX 3D ഫയലാണ്. നമ്മൾ ആഡ് ചെയ്ത ഡ്രാഗൻ ഇവിടെ കാണാവുന്നതാണ്. ഇനി ഫിൽറ്റേഴ്സ് ആഡ് ചെയ്തുകൊണ്ട് ചെക്ക് ചെയ്യാം. ഇവിടെ ഫാന്റസി ആർട്ട്, മെറ്റീരിയൽ ലാവ, ഡീമൻ, അബ്സ്ട്രാക്ട് വേവ്സ് തുടങ്ങിയ ഫിൽറ്റേഴ്സാണ് ഇതിൽ ആഡ് ചെയ്തിരിക്കുന്നത്. പ്രോംപ്റ്റ്സിൽ ഡ്രാഗൻ എന്ന ഒരു ചെറിയ പ്രോംപ്റ്റാണ് ഇവിടെ ടൈപ്പ് ചെയ്തിരിക്കുന്നത്. ഇനി ജനറേറ്റിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ചെക്ക് ചെയ്യാം. നമ്മൾ ഇതിൽ അപ്ലോഡ് ചെയ്ത ആ ഒരു ഡ്രാഗൻ 3D മോഡലിനും ഇതിലേക്ക് ആഡ് ചെയ്ത ഫിൽറ്റേഴ്സിനും അനുസരിച്ച് നമുക്കിതിൽ ഇവിടെ ഒരു ഇമേജ് ജനറേറ്റ് ആയിരിക്കുകയാണ്. ഇതിൽ വേരിയേഷൻസ് ആഡ് ചെയ്തുകൊണ്ട് ജനറേറ്റ് ചെയ്യാവുന്നതാണ്. നമ്മുടെ വേരിയേഷൻ ഇവിടെ ജനറേറ്റ് ആയി ലഭിച്ചിരിക്കുകയാണ്. ഇനി ഇതിൽ നിന്നും സെലക്ട് ചെയ്ത് 2x ആയി ഇതിന്റെ റെസൊല്യൂഷൻ ഇൻക്രീസ് ചെയ്യാവുന്നതാണ്. ഇതുപോലെ നമുക്ക് ആവശ്യമുള്ള രീതിയിൽ ഹൈ ക്വാളിറ്റി ഇമേജസിനെ ഫ്രീ ആയി ജനറേറ്റ് ചെയ്യാൻ CG Dream AI എന്ന ഈ ഒരു ഫ്രീ AI ജനറേറ്റർ യൂസ് ചെയ്യാവുന്നതാണ്. ഇത്രയാണ് ഈ ഒരു വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകൾ നിങ്ങളിലേക്ക് എത്താനായി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക.